ഹലോ ഹായ്. പിന്നെ ഞാനൊരു ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്കാലത്ത് കുഞ്ഞുങ്ങൾ ഓൾമോസ്റ്റും ഫോണ്, ടി വി അങ്ങനെയുള്ള കാര്യങ്ങളിൽ അഡിക്റ്റായിട്ട് ഇരിക്കാറുണ്ട്. പക്ഷെ ഞാൻ മാക്സിമം അവളെ എൻ്റെ കൂടെ നിന്നിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അവളെ ചെയ്യിക്കാറാണ് പതിവ്. അതെന്താ പറയുക, അവൾക്കും അതൊരിഷ്ടമാണ്. അപ്പം കൂടുതലും അവർ ആ ഒരു സ്ക്രീൻ ടൈമിൽ നിന്ന് അവർ മാറി നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ അവൾക്ക് നോർമലി എൻ്റെ കൂടെ അടുക്കളയിൽ കൊണ്ടിരുത്തുക, ജോലി കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവളുടെ കൂടെ സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പം എന്തേ മോപ്പ് എടുത്തിട്ട് ആൾ തുടയ്ക്കുവാണ്. ഞാൻ തൂത്ത് കഴിഞ്ഞിട്ട് അവൾക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. അപ്പോൾ അവളത് തുടയ്ക്കുകയാണ്. പക്ഷേ അത് വൃത്തിയാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ മാക്സിമം അവരെ സ്ക്രീൻ ടൈം ഒഴിവാക്കി എടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള റീസൺ. മാക്സിമം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒപ്പം അവരെയും ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മാക്സിമം ടൈം നമ്മളോടൊപ്പം നിൽക്കാൻ വേണ്ടി ശ്രമിക്കും. കാരണം അവർക്കതൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. കാരണം അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിന്നും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കും അതൊരു എന്താ പറയുക, ചെയ്യാനുള്ളൊരു ഉത്സാഹം കിട്ടും. ഇങ്ങനെ എൻ്റെ അമ്മ ചെയ്യും പോലെ എനിക്കും ചെയ്യാം, അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ അവരും കുറച്ചും കൂടെയൊക്കെ ബോധേഡ് ചെയ്യാറുണ്ട്. ഞാൻ അവളെ നോർമലി ഞാൻ കിച്ചൺ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് അവളെ ഞാൻ കിച്ചണിൽ കൊണ്ടിരുത്താറുണ്ട്. കിച്ചണിൽ കൊണ്ടിരുത്തിയിട്ട് അവളോടൊപ്പം മാക്സിമം അവളുടെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യാറുണ്ട് അവളെടുത്ത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവൾ സംസാരിക്കുന്നത്. നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അവർ കൂടെ ഇരിക്കുമ്പോഴത്തേക്കും അതെടുത്ത് വയ്ക്കുന്നു, ഇത് തട്ടിയിടുന്നു, ഇതെടുക്കുന്നു. നമുക്ക് മാക്സിമം ഡിസ്റ്റർബൻസ് ആണ്. പക്ഷെ അത് ഓക്കെ. എന്നാൽ ആ ഡിസ്റ്റർബൻസ് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം അവരെ ഈ ടി വി, ഫോണ് അങ്ങനെയുള്ള ഈ ഒരു സ്ക്രീൻ ടൈമിൽ നമുക്ക് മാക്സിമം അവരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ചെയ്തത്. അവൾ ജനിച്ചപ്പോൾ മുതൽ ഓൾമോസ്റ്റ് ഞാൻ കേൾക്കുന്ന ഒരു പരാതി എന്ന് പറയുന്നത്, ഞാൻ ഫോൺ അധികം എടുക്കാറില്ല, ആരും വിളിച്ചാൽ എടുക്കാറില്ല, ഞാൻ അധികം ഫോണ് യൂസ് ചെയ്യാറില്ല എന്നാണ് ഞാൻ മാക്സിമം കേൾക്കാറുള്ളത്. പക്ഷേ ഈ ഒരു കാര്യം വന്നിട്ട് എനിക്കത് ഭയങ്കര ബെനിഫിറ്റാണ്. കാരണം നമ്മൾ ഫോൺ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലല്ലേ എന്താ പറയുക, അതായത് ഞാനും അവളും കൂടെ കളിക്കുന്നൊരു പോസ്റ്റാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിലല്ലേ അവർക്ക് മാക്സിമം അത് യൂസ് ചെയ്യാനുള്ളൊരു എന്താ പറയുക. ഞാൻ വോയിസ് സ്റ്റോപ്പ് ചെയ്യുന്നത് മോളിങ്ങനെ വീഡിയോയിൽ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതായത് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമല്ല അവർക്കും ഫോണും യൂസ് ചെയ്യണം. എൻ്റെ അമ്മ കണ്ട് ഫുൾ ടൈം ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അവർക്ക് തോന്നുമ്പോഴല്ല അവരും ഫോണിലോട്ടൊക്കെ അഡിക്റ്റ് ആവുള്ളൂ. ഞാൻ മാക്സിമം ഫോൺ എടുക്കാറില്ല. അവളുള്ളപ്പോൾ, അവളെ ഉറക്കിയതിന് ശേഷമായിരുന്നു ഞാൻ ഫോൺ എടുക്കുന്നത്. ആർക്കെങ്കിലും മെസ്സേജ് ചെയ്യുന്നെങ്കിൽ മെസ്സേജ് ചെയ്യുന്നത്. ഇൻ കേസ് വന്നിട്ട് ഹസ്ബൻഡ് പുറത്തായിരുന്ന ടൈമിൽ പുള്ളിയെ വിളിക്കുന്നത് പോലും അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവളുള്ള ടൈമിൽ അവളെ വിളിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ എന്ത് ചെയ്യും, കട്ട് ചെയ്യും. കാരണം കട്ട് ചെയ്ത് അവളെ ഉറക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ പേഴ്സണലി കുറച്ച് നേരം സംസാരിക്കുന്നത്. അതാണ് ശീലം. അത്രയും ഞാൻ അവളെ ഇതാക്കിയതുകൊണ്ടായിരിക്കും അവൾക്ക് ഫോൺ വേണ്ട, ഞാൻ അവൾക്ക് ഫോൺ കൊടുക്കാറില്ല. പിന്നെ ടി വി ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് മാറിയതിന് ശേഷമാണ് ടി വി മേടിച്ചത്. അവിടുത്തെ ടി വിയിൽ മീൻസ് കുടുംബ വീട്ടിലെ ടി വിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും സീരിയലൊക്കെ കാണും. അപ്പോൾ അവൾ ഫോൺ പൊതുവെ കളിച്ചുകൊണ്ട് നടക്കും. പിന്നീട് ടി വി വാങ്ങിച്ചതിന് ശേഷം കുറേ സമയങ്ങളിൽ ടി വി കാണാറുണ്ട്. പക്ഷെ അതും ഞാൻ കുറേശ്ശെ കുറയ്ക്കുന്നത് ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ടാണ്. മാക്സിമം ഞാൻ അവളെ എൻ്റെ കൂടെ അടുക്കളയിൽ കൊണ്ടിരുത്തി എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുത്ത്, നാശനഷ്ടവും കോലാഹലവും ആയിരിക്കും, എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് മാക്സിമം എന്താ പറ്റും, ആ ഫോണിലോട്ടുള്ള അഡിക്ഷൻ അല്ലെങ്കിൽ ടി വിയിലേക്കുള്ള അഡിക്ഷനൊക്കെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ അതേ കിച്ചണിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവൾ അതിനിടയ്ക്ക് ഇതേ ഉപ്പൊക്കെ വാരി എറിയുന്നതൊക്കെ കാണാം. ഉപ്പൊക്കെ എറിയും അവിടെ. നമ്മളൊന്നും മൈൻഡ് ചെയ്യരുത്, എന്തോ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കണം. അതായത് മാക്സിമം അവർ അങ്ങോട്ടേക്ക് പോകാതെ, ടി വിയിലോട്ടൊന്നും പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ എൻ്റെ കിച്ചൺ ജോലിയൊക്കെ ഇതേ ഓൾമോസ്റ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് അവൾ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സൺഡേയിൽ ഡാൻസ് ക്ലാസ്സിന് പോയ ടൈമിൽ ജോലി കംപ്ലീറ്റ് ചെയ്യാതെയാണ് പോയത്. അപ്പം ഡാൻസ് ക്ലാസ്സിന് പോയി അവളെ കൊണ്ടാക്കി കോവിലൊക്കെ പോയിട്ട് വന്നിട്ട് തിരിച്ച് വന്നതിന് ശേഷം ഞാൻ ബാക്കി ജോലികൾ ചെയ്യുന്ന വീഡിയോ ആണിത്. ഞങ്ങളുടെ ഒരു ഞായറാഴ്ച എന്നുള്ള വീഡിയോയ്ക്കകത്ത് ഫുള്ള് നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനത് എനിക്ക് ഇതും കൂടെ അറിയിക്കണം, അതും കൂടെ ഉള്ളത് കൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് സ്കിപ്പ് ചെയ്തു. ബാക്കി ഞാൻ പിന്നീട് ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പം ഒരു 1:30-2 അടുപ്പിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ബാക്കി ഫുൾ ടൈം ഒരു 4:35 വരെ അവൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അത്രയ്ക്കുള്ള ജോലി ഉണ്ടാവുമെന്ന് കേട്ടാൽ അത്രയ്ക്കുള്ള ജോലി ഉണ്ടായിട്ടൊന്നുമല്ല. തൂത്തു, തുടച്ചു, തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാഷ് ചെയ്തു. ബാക്കി ഉച്ചക്കലത്തേക്കുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്ന് അവിടെ മോളെ കൊണ്ടുവിട്ടിട്ട് ഞങ്ങൾ അവിടെ ചേട്ടൻ്റെ വല്യമ്മേരെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു ഉച്ചയ്ക്ക്.
വല്യമ്മയെ കൊണ്ടുവന്ന് അവളെ കാണിച്ച് ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നത് കൊണ്ടിട്ട് സാവധാനത്തിൽ ചെയ്താൽ മതിയായിരുന്നു. കാരണം നമുക്ക് പിന്നെ ഫുഡ് കൊടുത്താൽ മതിയല്ലോ, ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചല്ലോ. അങ്ങനെ അതുകൊണ്ടിട്ട് പതുക്കെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയത്. അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് അമ്മേനോടൊപ്പം ഇരുന്ന് കളിക്കണം, TV കാണാൻ പാടില്ല. നോർമലി ഞങ്ങൾ പാട്ട് പാടുകയാണ് കേട്ടോ. ഇതവളെ നഴ്സറിയിൽ അവളെ ടീച്ചർ ഡേ കെയറിൽ അവളെ ടീച്ചർ പഠിപ്പിച്ച പാട്ടാണ്. ഇത് കഴിഞ്ഞാൽ സ്കൂളിൽ പഠിപ്പിച്ച പാട്ട് പാടും. ഇതൊക്കെയാണ് നമുക്ക് കുട്ടികളിൽ ഒരുപാട് അവരുടെ കാര്യത്തിൽ ഒരുപാട് നമുക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ് അവരോടൊപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം ഞാൻ അവരോടൊപ്പം ഇങ്ങനെയാണ് നിന്നത്. ഇതിലൊക്കെ ഒരു മാറ്റം വന്നത് എനിക്ക് ജോലി കിട്ടിയതിന് ശേഷമാണ്. ജോലി കിട്ടി ട്യൂഷൻ സെൻറ്ററൊക്കെ ആയിട്ട് പോയ ടൈമിൽ എന്നാലും മാക്സിമം ഞാൻ അവളെ കിച്ചണിൽ 2-3 വെജിറ്റബിൾസൊക്കെ എടുത്ത് കൊടുത്തിട്ട് കട്ട് ചെയ്യാനൊക്കെ എടുത്ത് ലൈക്ക് മൂർച്ചയില്ലാത്ത കത്തി ഉണ്ടല്ലോ നമുക്ക് മേടിക്കാൻ കിട്ടും, അതൊരെണ്ണം വീട്ടിലിരിപ്പുണ്ട്. അപ്പോൾ അതും കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ട് അവളുടെ കയ്യിൽ കൊടുക്കും. അപ്പോൾ അവളെന്ത് ചെയ്യുക, അതിനെ കട്ട് ചെയ്തിരിക്കുകയോ അങ്ങനെയൊക്കെ ഞാൻ അവളെ മാക്സിമം ഉള്ള സമയം ഞാൻ പോകാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ അടുത്ത് ഞങ്ങൾ വാഷിംഗ് മെഷീൻ, അത് ഞങ്ങളെ വർക്ക് ഏരിയ ആണ് കേട്ടോ, കണ്ണടച്ചോ നോക്കണ്ട. എൻ്റെ ബാക്കിൽ ഇരിക്കുന്ന ആ ഒരു സ്റ്റീല് പാത്ര സ്റ്റാൻഡ് വന്നിട്ട് ഞങ്ങളുടെ പഴയതാണ്, വർഷങ്ങളായതാണ്. പക്ഷെ അതിപ്പോൾ വീട് ഷിഫ്റ്റ് ചെയ്ത സമയത്തിട്ട് അതൊന്ന് ഡാമേജ് ആയി. അങ്ങനെ ഞാൻ സൈഡിൽ ഒതുക്കിയതാണ്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളതും തുണി വിരിക്കാനുള്ള എല്ലാ ഒരു സ്പേസ് ഇവിടെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അതവളുടെ ഭയങ്കര ഫേവറേറ്റുള്ള ബോട്ടിലാണ്, ആ ഒരു ബ്ലൂ കളർ നോർമലി വെള്ളം കുടിക്കുന്ന ബോട്ടിലാണ് അവൾ. അങ്ങനെ ഈ കുറച്ച് വീഡിയോസിൽ അവളെ വോയിസൊക്കെ കേൾക്കാൻ പറ്റും, സംസാരമൊക്കെ കേൾക്കാൻ പറ്റും. ആൾ ഭയങ്കര ആക്റ്റീവാണ്. സമയം പോകുന്നതേ അറിയില്ല. അവളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയത്തില്ല. അവളുടെ സമയം പോകാനാണ് ഞാനിത് ചെയ്യുന്നതെങ്കിലും പക്ഷെ എൻ്റെ സമയമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും ഇതാണ് അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പം എനിക്കത് കിട്ടുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. കരിയർ കുറച്ച് ബ്രേക്കാണെന്നുണ്ടെങ്കിൽ പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ബ്രേക്ക് വന്നതിൽ പ്രശ്നമില്ല, ബ്രേക്കിൻ്റെ കൂടെ ഞാൻ വേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാലും അവളുടെ കൂടെ കുറേ സമയം നിൽക്കാൻ പറ്റും, അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പാട്ട് ഡാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആള് ഭയങ്കര എന്താ പറയുക, ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അവൾ ഞാൻ ചോദിച്ചു നീ എന്താണ് ഈ ഡാൻസ് ക്ലാസ്സിന് പോയപ്പോൾ പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഊലാല പഠിച്ചു. ഞാൻ പറഞ്ഞു നിന്നെ ഞാൻ ഊലാല പഠിപ്പിക്കാനാണ് ഇവിടെ പൈസയും കൊടുത്ത് കൊണ്ടാക്കുന്നത്, ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാനല്ലേ. അപ്പോൾ എൻ്റെ മോൾ എന്നോട് പറഞ്ഞത് എപ്പോഴും എനിക്കിങ്ങനെ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാൻ പറ്റുമെന്ന് അവൾ ചോദിച്ചേ. ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യും. എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നിൽക്കും അവളുടെ കൂടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് മാക്സിമം നമ്മുടെ കുട്ടികളുടെ ഒപ്പം സ്പെൻഡ് ചെയ്യുമ്പം അവർ തന്നെ നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്യാനുള്ള സമയം അവരായിട്ട് തന്നെ കണ്ടെത്തും. കാരണം അവരുടെ ടൈം പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഇപ്പം വെളിയിൽ കൊണ്ടുപോയി കളിപ്പിക്കാൻ എടുക്കാനുള്ള ഓപ്ഷൻ ഒന്നും നമുക്കില്ല. ഞങ്ങളുടെ കേസിൽ അത് ഇല്ലാത്ത സ്ഥിതിക്ക് ഇതൊക്കെ തന്നെ പറ്റത്തുള്ളൂ എന്ന് വെച്ചിട്ട് ഞാൻ മാക്സിമം സ്ക്രീൻ ടൈം ഇങ്ങനെയാണ് അവോയ്ഡ് ചെയ്യാറ് അവളെ. പിന്നെ സ്കൂളിൽ മൺഡേ ടു ഫ്രൈഡേ ഒക്കെ ടൈമില്ല, സാറ്റർഡേ ഉച്ചവരെ ട്യൂഷൻ ക്ലാസ്, അത് കഴിഞ്ഞ് വന്നിട്ട് TV ആണ്. അപ്പോൾ ആ ഒരു കാണൽ കുറയ്ക്കുന്നതാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. സൺഡേസിൽ ഉച്ചവരെ അവർക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്, അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും TV വന്നിരുന്ന് കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.